Hi students, it's me, Srirag, your physics teacher. Welcome back to my online physics class. Today we are going to revise our third chapter, Motion and Laws of Motion, for your second term examination. Okay. സോ ഇന്ന് നമ്മൾ നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് ഇന്ന് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലെങ്തി ചാപ്റ്റർ ആണ് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇസിൻറ്റ് ഇറ്റ്? ഒരു വലിയ ചാപ്റ്റർ ആണ്. നമ്മൾ ഒരുപാട് പാർട്ടുകളായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ തീർത്തത് അല്ലേ. സോ ഏതായാലും നമ്മൾ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ തേർഡ് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ലേ. കുറച്ച് ടഫുള്ള ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ അല്ലേ. എന്നാൽ വളരെ ഈസിയുമാണ് അല്ലേ. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ തേർഡ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് ടേം എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ ഇട്ടിരുന്നത് അല്ലേ. അതിൽ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പകുതി മാത്രമേ അന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ബാക്കി പകുതി നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷമാണ് പഠിച്ചത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, വെലോസിറ്റിയുടെ ഭാഗത്തു നിന്നും ആക്സിലറേഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും വർക്കൗട്ട് ചെയ്താണ്. സോ അതൊക്കെ ഒന്ന് എല്ലാവരും പഠിക്കുക. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ചാപ്റ്റേഴ്സ് നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നില്ല. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുൻപ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നന്നായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഓക്കെ, സോ തേർഡ് ചാപ്റ്ററാണ് ഞാനിവിടെ റിവൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ആദ്യമേ പറയട്ടെ, ഈ റിവിഷൻ ക്ലാസ് മാത്രം കണ്ടിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, ഇതൊരു റിവിഷൻ ക്ലാസ് മാത്രമാണ്. നമ്മൾ 5-6 പാർട്ട് വീഡിയോസ് ആണ് ഈ തേർഡ് ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലേ. സോ അത്രയും ലെങ്തി ചാപ്റ്റർ ആണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആ വീഡിയോസ് കംപ്ലീറ്റ് കണ്ട് പഠിച്ച ശേഷം മാത്രം ഈ റിവിഷൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർത്ത് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒരു പാർട്ട് വീഡിയോ മാത്രമേ ഫോർത്ത് ചാപ്റ്ററിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ ആ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് തേർഡ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ തേർഡ് ചാപ്റ്റർ? മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ഇസിൻറ്റ് ഇറ്റ്? സോ ന്യൂട്ടന്റെ 3 ലോസ് ഓഫ് മോഷൻ ആണ് നമ്മളിതിൽ പഠിക്കുന്നത് അല്ലേ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ അല്ലേ. സോ അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്നാൽ അത്ര ഈസി ആയിട്ട് നമുക്ക് ഇതങ്ങനെ തീർക്കാൻ പറ്റൂല അല്ലേ. ഓരോ ലോയിലും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പുതിയ പുതിയ ടേമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഞാൻ ഓടിച്ച് പോവാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുൻപ് പഠിച്ചതാണ്. ഓക്കെ, സോ എല്ലാവരും ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച ശേഷം മാത്രം റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഈസ് അവർ ഫസ്റ്റ് ടോപ്പിക് ഇൻ അവർ തേർഡ് ചാപ്റ്റർ? എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് മോഷൻ, ഇസിൻറ്റ് ഇറ്റ്? സോ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും എന്താണെന്നാണ് പഠിച്ചത് അല്ലേ. So what is balanced force? If the total force or the resultant force on a body is 0, the applied forces are called balanced forces. Such forces can neither move a body at rest nor stop a body in motion, isn't it? So ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഓർ ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ആണെന്ന് പറയാം. ഓക്കെ, സോ അതിന് ഒരുപാട് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഫിഗേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ. ദെൻ ടേബിൾ 3.1 നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്, ഇസിൻറ്റ് ഇറ്റ്? സോ ബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാനോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനോ കഴിയില്ല അല്ലേ. ദെൻ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. സോ വാട്ട് ഈസ് അൺബാലൻസ്ഡ് ഫോഴ്സ്? If the total force or the resultant force on a body is not 0, the applied forces are called unbalanced forces, isn't it? Such forces can move a body at rest or stop a body in motion. So ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കാം, isn't it? സോ അൺബാലൻസ്ഡ് ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാനും
മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും ദാറ്റ് ഈസ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും കഴിയും അല്ലേ. സോ അതിനും ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ. വെൻ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ്. ദാറ്റ് ഈസ് ഒരു ബോഡിയിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ് ചേഞ്ച് ചെയ്യും അല്ലേ. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അത് മൂവ് ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിലോ അല്ലെങ്കിൽ സ്പീഡിലോ ചേഞ്ച് സംഭവിക്കും അല്ലേ. ദെൻ നമ്മൾ ഒബ്സർവേഷൻസ് ഓഫ് ഗലീലിയോ ആണ് പഠിച്ചത് അല്ലേ. ഗലീലിയോ ചെയ്ത എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസ് ആണ് പഠിച്ചത് അല്ലേ. സോ ഗലീലിയോ ചെയ്ത എക്സ്പെരിമെന്റിന്റെ പിക്ചർ ഫിഗർ 3.8 ഫിഗർ 3.8 കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും എക്സ്പെരിമെന്റ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ. സോ വാട്ട് ഈസ് അവർ ഇൻഫറൻസ് ഓർ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻസ് ഓഫ് ദി ഗലീലിയോസ് എക്സ്പെരിമെന്റ്? എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ. ദാറ്റ് ഈസ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിക്ക് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ, അതിൻ്റെ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഗലീലിയോയുടെ ഒബ്സർവേഷൻ അല്ലേ. അതാണ് നമ്മുടെ ഇൻഫറൻസ്. സോ ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഈ എക്സ്പെരിമെന്റ് വാലിഡ് ആവുന്നുള്ളൂ അല്ലേ. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിലൂടെ ഒരു ബോഡി റെക്റ്റിലീനിയർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ദാറ്റ് ഈസ് അതിന്റെ റെക്റ്റിലീനിയർ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ ആവശ്യമില്ല. ഓക്കെ. അതായത് അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അത് റെസ്റ്റിലേക്ക് വരില്ല. എന്നാൽ നമ്മുടെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്ലോറിൽ നമ്മളൊരു ബോൾ ഇങ്ങനെ ഉരുട്ടുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും അല്ലേ. അത് റെസ്റ്റിലേക്ക് വരും. സോ എന്തുകൊണ്ടാണ്? നമ്മുടെ ഫ്ലോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ. സോ ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഗലീലിയോയുടെ ഈ കണ്ടെത്തൽ വാലിഡ് ആവുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? സോ ഫ്രിക്ഷൻ 0 ആവുമ്പോഴാണ് ഒരു ബോഡി അതിന്റെ റെക്റ്റിലീനിയർ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ. അല്ലാത്ത പക്ഷം ഏതൊരു ബോഡിയും അല്പസമയം കഴിഞ്ഞാൽ അത് റെസ്റ്റിലേക്ക് വരും. ഓക്കെ. സോ ഇത് ഫ്രിക്ഷൻലെസ് സർഫസിലാണ് വാലിഡ് ആവുള്ളൂ എന്ന് പ്രത്യേകം എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. സോ ഇതാണ് ഗലീലിയോയുടെ ഒബ്സർവേഷൻ. ഓക്കെ. വൺസ് അഗെയിൻ, എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ. ക്ലിയർ? സോ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ഫൈൻഡിങ്സിൽ നിന്നാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ. ന്യൂട്ടൺ ഫോർമുലേറ്റഡ് ഹിസ് ലോസ് ഓഫ് മോഷൻ ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് ഗലീലിയോസ് ഒബ്സർവേഷൻ. ഓക്കെ. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് വാസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. Isn't it? So what is Newton's first law of motion? An unbalanced external force is needed to change the state of rest or of motion of an object. If so, wouldn't a body remain in its state of rest or of uniform motion unless an external force act on it? These inferences led Newton to his first law of motion. Okay. So ന്യൂട്ടന്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു? ഗലീലിയോ പറഞ്ഞ പോലെ ഫ്രിക്ഷൻലെസ് സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ബോഡിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ബോഡിയിലെ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ഓക്കെ. അല്ലാത്ത പക്ഷം ആ ബോഡി റെസ്റ്റിലേക്ക് വരില്ല. ഓക്കെ. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ബോഡിയിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ. സോ ഇത് ഫ്രിക്ഷൻലെസ് സർഫസിലാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ. നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു ബോൾ ഉരുട്ടിയാൽ ആ ബോളിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തില്ലെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ബോൾ താനെ സ്റ്റോപ്പ് ആയിക്കോളും അല്ലേ. കാരണം ആ ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. സോ ആ ബോളും ഗ്രൗണ്ടും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് വഴി എന്ത് ചെയ്യും? ആ ബോൾ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. എന്നാൽ ഫ്രിക്ഷൻലെസ് സർഫസ് ആണെങ്കിൽ ആ ബോൾ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആ ഒബ്ജക്റ്റിലെ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ
ആ ഒബ്ജക്റ്റിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നാലേ ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ന്യൂട്ടന്റെ ഫൈൻഡിങ്സ്. ഓക്കെ, സോ ഇതിൽ നിന്നാണ് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ വാട്ട് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? എവറി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ദിസ് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എവറി ഒബ്ജക്ട് കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും, അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അതായത് ആ ബോഡിയിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ അത് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. സോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നിന്നാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും ഡിഫൈൻ ചെയ്തത്, അല്ലെ? സോ വാട്ട് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്? Inertia of rest is the tendency of a body to remain in its state of rest or its inability to change its state of rest by itself. So inertia of rest എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് അതിന്റെ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓർ ആ റെസ്റ്റ് സ്റ്റേറ്റിൽ നിന്നും ചേഞ്ച് ചെയ്യാനുള്ള ഇനേബിലിറ്റി, താല്പര്യമില്ലായ്മ, കഴിവില്ലായ്മ. ഓക്കെ, അതായത് അതിന് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം. ആ ഒരു ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ നമ്മൾ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് അത് ചെയ്തത്, അല്ലെ? ഫിഗർ 3.9 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് പ്രൂവ് ചെയ്തത്, അല്ലെ? സോ എല്ലാവരും ആ എക്സ്പെരിമെന്റ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ വാട്ട് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ? സോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇനേർഷ്യ ഓഫ് മോഷൻ. Inertia of motion is the tendency of a body to remain in its state of motion or its inability to change its state of motion by itself. That is, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് റെസ്റ്റിലേക്ക് വരാനുള്ള ഇനേബിലിറ്റി, ഓക്കെ, കഴിവില്ലായ്മ, താല്പര്യമില്ലായ്മ, ആ ഒരു ടെൻഡൻസിയെയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം, അതായത് റെസ്റ്റിലേക്ക് വരാൻ താല്പര്യമില്ല. ഓക്കെ, ആ ഒരു ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ, അല്ലെ? സോ ഇതിന് ഒരുപാട് എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഞാനിതിന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇനേർഷ്യ ഓഫ് മോഷന് ഏതാണ് എക്സാമ്പിള്? ബെസ്റ്റ് എക്സാമ്പിള്, നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ഫ്രണ്ടിലോട്ട് പോകും, അല്ലെ? നമ്മൾ ആ ബസ് മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ വെലോസിറ്റിയും എന്താണ്? ബസ്സിന്റെ അതേ വെലോസിറ്റിയാണ്. ബസ് എത്ര സ്പീഡിലാണോ പോകുന്നത് അതേ വെലോസിറ്റിയിലാണ് നമ്മളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത്, അല്ലെ? അതായത് റെസ്റ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി ഇല്ല. സോ പെട്ടെന്ന് ബസ് റെസ്റ്റിലേക്ക് വരികയാണ്, അതായത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബസ് റെസ്റ്റിലേക്ക് വരികയാണ്. ബട്ട് നമ്മുടെ ബോഡിക്ക് റെസ്റ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി ഇല്ല. ഓക്കെ, നമ്മുടെ ബോഡി അപ്പോഴും മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ എന്താണ്? നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ, സോ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ബാക്കിലോട്ട് വരും, അല്ലെ? നമ്മുടെ ബോഡി ഒന്ന് ബാക്കോട്ട് പോകും, അല്ലെ? സോ വാട്ട് ഈസ് ദ റീസൺ? ബസ് മൂവ് ചെയ്യുന്നത് വരെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് കണ്ടിന്യൂ ചെയ്തത്, അല്ലെ? സോ നമുക്ക് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത്. ഓക്കെ, ബട്ട് ബസ് പെട്ടെന്ന് മോഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി മോഷനിലേക്ക് വരുന്നില്ല. ഓക്കെ, നമ്മൾ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ എന്താണ്? ബസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ബാക്കോട്ട് പോകും. എന്താ കാരണം? നമുക്ക് ആ ഒരു പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വേറെയും ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അതൊക്കെ പഠിക്കണം കേട്ടോ. ക്യാരം ബോർഡിലെ സ്ട്രൈക്കറിന്റെയും കോയിൻസിന്റെയും എക്സാമ്പിൾ. ദെൻ വെൻ ദ ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ ഈസ് ഷേക്കൻ മാംഗോസ് ഫോൾ ജസ്റ്റ് ആസ് വെൻ ദ ബ്രാഞ്ച് സ്റ്റാർട്ട്സ് മൂവിങ്. ഓക്കെ, അതൊക്കെ പറഞ്ഞതാണ്, അല്ലെ? സോ അതെന്തിന് എക്സാമ്പിൾ ആണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആണ്, അല്ലെ? ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് വാസ് മാസ് ആൻഡ് ഇനേർഷ്യ, isn't it?
So what is the relation between mass and inertia? The inertia of an object depends upon its mass. When the mass increases, inertia also increases. Isn't it? That is, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് കൂടിയാൽ അതിൻ്റെ ഇനേർഷ്യയും കൂടും അല്ലേ? സോ ഇതിനും ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നിരുന്നു അല്ലേ? സോ ഇതും നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തിരുന്നു അല്ലേ? ഒരു ടെന്നീസ് ബോളും ക്രിക്കറ്റ് ബോളൊക്കെ വെച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് അല്ലേ? സോ അതൊക്കെ എല്ലാവരും പഠിക്കാം കേട്ടോ. ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് വാസ് മൊമെൻറ്റം അല്ലേ? വാട്ട് ഈസ് മൊമെൻറ്റം? മൊമെൻറ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജക്ട്സ്. ഇസ്ൻ്റ് ഇറ്റ്? മൂവിങ് ഒബ്ജക്ട്സിന് മാത്രമുള്ള ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം അല്ലേ? ദാറ്റ് ഈസ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് മൊമെൻറ്റം ഉണ്ടായിരിക്കുമോ? ഇല്ല, അതിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ മോഷനിലുള്ള ഒബ്ജക്ട്സിന് മാത്രമേ മൊമെൻറ്റം ഉണ്ടായിരിക്കുള്ളൂ. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. സോ എങ്ങനെയാണ് നമ്മൾ മൊമെൻറ്റം മെഷർ ചെയ്യുക? ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ മാസ് ഇൻറ്റു ഇറ്റ്സ് വെലോസിറ്റി. ഇസ്ൻ്റ് ഇറ്റ്? സോ മൊമെൻറ്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ദാറ്റ് ഈസ് മൊമെൻറ്റം പി ഈക്വൽ ടു എം ഇൻറ്റു വി. ഓക്കെ, സോ മൊമെൻറ്റത്തെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ പി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഓക്കെ, സോ മാസ് ഇൻറ്റു വെലോസിറ്റി, മാസിനെ സ്മോൾ ലെറ്റർ എം കൊണ്ടും വെലോസിറ്റിയെ സ്മോൾ ലെറ്റർ വി കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം? മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കെ ജി. ദെൻ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് വെലോസിറ്റി? മീറ്റർ പെർ സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് കെ ജി ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇസ്ൻ്റ് ഇറ്റ്? സോ ഇതും നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ചെയ്തിരുന്നത് അല്ലേ? സെയിം സൈസുള്ള 2 ഐസ്ക്രീം ബോൾ എടുത്തിട്ട് ഒരു ഐസ്ക്രീം ബോളിൽ സാൻഡ് ഫില്ല് ചെയ്തു, മറ്റേത് എം ടി ആക്കി വെച്ചു അല്ലേ? ദെൻ ഈ 2 ഐസ്ക്രീം ബോളും സെയിം ഹൈറ്റിൽ നിന്നും സെയിം ടൈമിൽ ഒരു ട്രേയിൽ സാൻഡ് ഫില്ല് ചെയ്തിട്ട് ആ സാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു അല്ലേ? സോ ഏതാണ് കൂടുതൽ ഡെപ്ത് ഉണ്ടാക്കിയത്? ആ ട്രേയിലുള്ള സാൻഡിൽ ഡീപ്പർ പിറ്റ്, ദാറ്റ് ഈസ് വലിയ കുഴി ക്രിയേറ്റ് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സോ ഏത് ഐസ്ക്രീം ബോൾ ആണ് ഡീപ്പർ പിറ്റ് മേക്ക് ചെയ്ത്? ദ ഐസ്ക്രീം ബോൾ വിത്ത് ഹയർ മാസ്. ഇസ്ൻ്റ് ഇറ്റ്? ദാറ്റ് ഈസ് സാൻഡ് ഫില്ല് ചെയ്ത ഐസ്ക്രീം ബോൾ അല്ലേ ഹയർ മാസ് ഉള്ളത്? സോ സാൻഡ് ഫില്ല് ചെയ്ത ഐസ്ക്രീം ബോൾ ആണ് ഡീപ്പർ പിറ്റ് മേക്ക് ചെയ്തത്. ഇസ്ൻ്റ് ഇറ്റ്? സോ ഏതിനാണ് മൊമെൻറ്റം കൂടുതൽ? സാൻഡ് ഫില്ല് ചെയ്ത ഐസ്ക്രീം ബോളിലാണ് മൊമെൻറ്റം കൂടുതലുള്ളത് അല്ലേ? ദെൻ മൊമെൻറ്റം കാണാനുള്ള ഒരുപാട് പ്രോബ്ലംസും നമ്മൾ ചെയ്തു അല്ലേ? സോ മൊമെൻറ്റം കാണാനുള്ള പ്രോബ്ലം ഒക്കെ എല്ലാവരും പഠിക്കാം കേട്ടോ. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റം? പി ഈക്വൽ ടു എം ഇൻറ്റു വി. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, എല്ലാവരും പഠിക്കാം കേട്ടോ. ചെറിയ ഇക്വേഷൻ ആണ്. ദെൻ വി വർ ഗോൺ ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇസ്ൻ്റ് ഇറ്റ്? സോ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു, ദെൻ ഇനേർഷ്യ പഠിച്ചു, മൊമെൻറ്റം പഠിച്ചു അല്ലേ? സോ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ദെൻ വാട്ട് ഈസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ? The rate of change of momentum of a body is directly proportional to the unbalanced external force acting on it. Isn't it? So ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സോ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ നൽകുന്നുണ്ട്. ഏത് ഇക്വേഷൻ ആണ്? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇസ്ൻ്റ് ഇറ്റ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ഫോഴ്സിന്റെ ഇക്വേഷൻ നൽകുന്നത് അല്ലേ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്? എഫ് ഈക്വൽ ടു എം എ. ഇസ്ൻ്റ് ഇറ്റ്? ദാറ്റ് ഈസ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി, ദെൻ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ, ദാറ്റ് ഈസ് F equal to K into MA. Since K equal to 1, F equal to 1 into MA, that is F equal to MA. ഓക്കെ, സോ അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കണം കേട്ടോ. സോ F equal to MA എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ നോക്കി അല്ലേ? ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ? സോ ആ പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് വാസ് ഇമ്പൾസ്. ഇസ്ൻ്റ് ഇറ്റ്? സോ വാട്ട് ഈസ് ഇമ്പൾസ്?
Impulsive force is a very large force acting for a very short time. Impulse of force is the product of the force and the time. That is, impulse equal to force into time. Okay. So, impulsive force എന്താണ്? ഒരു ചെറിയ ടൈമിൽ ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ചുമരിൽ നമ്മൾ ഒരു ആണി അടിക്കുന്നത് അല്ലേ? ചെറിയൊരു ടൈമിൽ ഒരു വലിയ ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ? ഒരു സെക്കൻഡ് ടൈം കൊണ്ട് ഒരു വലിയ ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ? അതും ഒരു ചെറിയ ഏരിയയിൽ അല്ലേ? ആണിയുടെ ആ ഒരു ചെറിയ സർഫസിൽ ഒരു ലാർജ് ഫോഴ്സ് വളരെ പെട്ടെന്നാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ അത് ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, isn't it? That is, impulse equal to mv minus mu. So finally we get force directly proportional to 1/t, isn't it? So ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയുടെ ചേഞ്ച് ഇൻ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. അതായത് ആ ബോഡിക്ക് എപ്പോഴും ഒരേ മൊമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. Then the force acting on a body will be inversely proportional to the time taken. That is, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അതിന് എക്സാമ്പിളും ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ? എന്തായിരുന്നു? അറ്റ് ദ ടൈം ഓഫ് ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ, ദ ടൈം ഓഫ് ക്യാച്ചിങ് ഈസ് എക്സ്റ്റെൻഡ് ബൈ മൂവിങ് ദ ഹാൻഡ് ബാക്ക്വേർഡ് വിത്ത് ദ ബോൾ, isn't it? സോ ഒരു ക്രിക്കറ്റ് ഫീൽഡർ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫീൽഡറിന്റെ ഹാൻഡ്സ് താഴേക്ക് കൊണ്ടുപോകും അല്ലേ? സോ താഴേക്ക് കൊണ്ടുപോകും തോറും ടൈം കൂടും. സോ ആ ബോൾ ക്യാച്ച് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് കുറവായിരിക്കും. ഓക്കെ. സോ ആ ഫോഴ്സ് കുറയാൻ വേണ്ടിയിട്ടാണ് ആ ക്രിക്കറ്റ് പ്ലെയർ ഹാൻഡ്സ് താഴേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ. സോ ആ ബോൾ ക്യാച്ച് ചെയ്യാൻ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. സോ ആ ബോൾ ക്യാച്ച് ചെയ്യാൻ ലെസ് ഫോഴ്സ് കൊടുത്താൽ മതി. ഓക്കെ. സോ വേറെയും എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? സോ അതൊക്കെ എല്ലാവരും നോക്കാട്ടോ. ദെൻ വി വർ ഗോൺ ടു അവർ തേർഡ് ലോ ഓഫ് മോഷൻ, isn't it? Newton's third law of motion. So what is Newton's third law of motion? To every action there is an equal and opposite reaction. This is Newton's third law, isn't it? That is, ഏതൊരു ആക്ഷനും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയ ഒരു റിയാക്ഷനും ഉണ്ടായിരിക്കും അല്ലേ? സോ ആക്ഷൻ ഒരു ബോഡിയിലും റിയാക്ഷൻ മറ്റൊരു ബോഡിയിലായിരിക്കും നടക്കുന്നത് അല്ലേ? സോ ന്യൂട്ടന്റെ തേർഡ് ലോയ്ക്ക് ഒരുപാട് എക്സാമ്പിൾസും അതിന്റെ ആക്ഷനും റിയാക്ഷനും ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്താണ് അല്ലേ? ടേബിൾ 3.3 എല്ലാവരും സ്റ്റഡി ചെയ്യുക. ഓക്കെ. ബോട്ടിൽ നിന്നും റിവർ ഷോറിലേക്ക് ജമ്പ് ചെയ്യുന്ന പേഴ്സണെ കുറിച്ചും ദെൻ ഒരു ഗണ്ണിൽ നിന്നും ഫയർ ചെയ്യുന്ന ബുള്ളറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ബോട്ട് തുഴയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സോ അതൊക്കെ എല്ലാവരും പഠിക്കുക കേട്ടോ. അതിന്റെ ആക്ഷനും റിയാക്ഷനും ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദെൻ വി വർ ഗോൺ ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, isn't it? സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫാണ് പഠിച്ചത് അല്ലേ? സോ ആ മാത്തമാറ്റിക്കൽ പ്രൂഫ് എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൊളീഷന് മുൻപുള്ള മൊമെന്റവും കൊളീഷന് ശേഷമുള്ള മൊമെന്റവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ദാറ്റ് ഈസ്, എ എന്ന ബോഡിയുടെ മാസ് m1 ആണ്, അതിന്റെ വെലോസിറ്റി u1 ആണ്. ദെൻ ബി എന്നൊരു ബോഡിയുടെ മാസ് m2 ആണ്, അതിന്റെ വെലോസിറ്റി u2 ആണ്. ഓക്കെ. സോ ഡിഫറെന്റ് മാസ് ആണ്, ഡിഫറെന്റ് വെലോസിറ്റി ആണ്. ഓക്കെ. സോ ആ രണ്ട് ഒബ്ജക്ട്സും ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ രണ്ട് ഒബ്ജക്ട്സും കൊളൈഡ് ചെയ്യാണ്. ഓക്കെ. കൂട്ടിമുട്ടാണ്. സോ കൂട്ടിമുട്ടിയതിനു ശേഷവും അവർ ആ ഒരു സ്ട്രൈറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്യും. സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ രണ്ട് ഒബ്ജക്ട്സിന്റെയും വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ശ്രദ്ധിക്കുക, അതിന്റെ മാസിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. ഓക്കെ. മാസ് m1ഉം m2 തന്നെ ആയിരിക്കും. ബട്ട് വെലോസിറ്റി ഈസ് v1 ആൻഡ് v2. ഓക്കെ. അതായത് എ എന്ന ബോഡിയുടെ വെലോസിറ്റി v1 ആയിരിക്കും, ബി എന്ന ബോഡിയുടെ വെലോസിറ്റി v2 ആയിരിക്കും, isn't it? Then according to Newton's third law of motion, F12 equal to minus F21, isn't it? എ എന്ന ബോഡി ബി എന്ന ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബി എന്ന ബോഡി എ എന്ന ബോഡിയിലും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? സോ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലെ? സോ അതുകൊണ്ടാണ് അവിടെ -F21 എന്ന് വന്നത് അല്ലെ? സോ അത് രണ്ടും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ. സോ ആ F12 എന്നുള്ളത് FAB എന്ന് ആക്കി മാറ്റിയാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് FAB എന്ന് വെച്ചാൽ ബി എന്ന ബോഡി എ എന്ന ബോഡിയിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സും, ദെൻ -FBA എന്ന് പറഞ്ഞാൽ എ എന്ന ബോഡി ബി എന്ന ബോഡിയിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സും ആയിരിക്കും. ഓക്കെ. സോ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ? Then finally we get
m1 v1 plus m2 v2 equal to m1 u1 plus m2 u2. That is momentum after collision equal to momentum before collision. Clear? So we can define that in the absence of an external force, the total momentum of a system is a constant. This is law of conservation of momentum. That is, ഒരു സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആ സിസ്റ്റത്തിന്റെ മൊമെന്റം ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ക്ലിയർ? സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ദാറ്റ് ഈസ് m1 u1 plus m2 u2 equal to m1 v1 plus m2 v2. ഓക്കെ, സോ ആ ഇക്വേഷൻ എല്ലാവരും പഠിക്കാട്ടോ. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ 2-3 പ്രോബ്ലം ചെയ്തിരുന്നു അല്ലേ? സോ ആ പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് നോക്കാട്ടോ. ദെൻ വി went to our last topic in our third chapter, which is circular motion, isn't it? സോ സർക്കുലാർ മോഷനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. The motion of an object along a circular path is known as circular motion, isn't it? ദാറ്റ് ഈസ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കുലാർ മോഷൻ ആയിരിക്കും അല്ലെ? സോ സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓരോ മൊമെന്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ദാറ്റ് ഈസ് അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജന്റ് ആയിരിക്കും. അതായത് ആ പോയിന്റിന്, ആ സർക്കുലാർ പാത്തിലുള്ള ആ പോയിന്റിന് ടാൻജന്റ് ആയിരിക്കും. ക്ലിയർ? സോ ഒരു കല്ല് നൂലിൽ കെട്ടിയിട്ട് കറക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? സോ ആ നൂല് നമ്മൾ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്താൽ എന്ത് ചെയ്യും? ആ കല്ലിന്റെ ഡയറക്ഷൻ, അതായത് ആ കല്ല് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ കറക്കുന്ന ആ സർക്കുലർ പാത്തിന് ടാൻജന്റ് ആയിരിക്കും. ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ ആ നൂല് വിടുന്നത് ആ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ആ കല്ല് മൂവ് ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? ദെൻ ദ ഫോഴ്സ് വി അപ്ലൈ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ റീച്ചസ് ദ ഒബ്ജക്ട് ത്രൂ ദ സ്ട്രിങ്. ദെൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ആ കല്ലിനുള്ള ഫോഴ്സ് എങ്ങനെ കിട്ടുന്നത്? നമ്മൾ കറക്കുമ്പോൾ നമ്മുടെ ഹാൻഡിൽ നിന്നും ആ ഫോഴ്സ് ആ സ്ട്രിങ്ങിലൂടെ ആ കല്ലിലെത്തും അല്ലെ? ദാറ്റ് ഈസ് ദ ഫോഴ്സ് വി അപ്ലൈ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ റീച്ചസ് ദ ഒബ്ജക്ട് ത്രൂ ദ സ്ട്രിങ്. Therefore, the acceleration due to this force will also towards the center of the circle along the string. So, ആ സർക്കുലാർ മോഷനിൽ ഓരോ മൊമെന്റിലും അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ക്രിയേറ്റ്സ് എ ആക്സിലറേഷൻ. ഇസ്ന്റ് ഇറ്റ്? സോ ആ ഒബ്ജക്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. സോ ആ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഇസ്ന്റ് ഇറ്റ്? സോ ആ സ്ട്രിങ്ങിലൂടെ ആ സർക്കിളിന്റെ സെന്ററിലേക്കായിരിക്കും ആ ഒബ്ജക്റ്റിന്റെ, ദാറ്റ് ഈസ് ആ സ്റ്റോണിന്റെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ അല്ലെ? ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ എ സർക്കുലാർ മോഷൻ അലോങ് ദ റേഡിയസ് ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സോ ഈ ആക്സിലറേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് ദ റീസൺ? ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ആ സർക്കിളിന്റെ സെന്ററിലോട്ടാണ് അല്ലെ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ദെൻ ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ് എ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് കാൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് കാരണമാണ് ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ? സോ ആ റൊട്ടേഷൻ കാരണമാണ് അതിന് വെലോസിറ്റി ഉണ്ടാവുന്നത്, ആക്സിലറേഷൻ ഉണ്ടാവുന്നത് അല്ലെ? സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ഇസ്ന്റ് ഇറ്റ്? Then centripetal acceleration and centripetal force are directed towards the center. Isn't it? That is, centripetal ഫോഴ്സിന്റെയും സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആ സ്ട്രിങ്ങിലൂടെ ആ സർക്കിളിന്റെ, ദാറ്റ് ഈസ് ആ സർക്കുലാർ പാത്തിന്റെ സെന്ററിലേക്കായിരിക്കും. Isn't it? സോ ഫോഴ്സും ആക്സിലറേഷനും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്, ദാറ്റ് ഈസ് അതിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. Isn't it? ദെൻ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് ഇ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, വെർ എം ഈസ് ദ മാസ് ഓഫ് ദി ഒബ്ജക്ട്, വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട്, ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. ഇസ്ന്റ് ഇറ്റ്? സോ ഈ ഇക്വേഷനും എല്ലാവരും നന്നായിട്ട് പഠിക്കാട്ടോ. ഇത് വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാൻ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കാണാൻ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് കാണാൻ ചോദിക്കാറുണ്ട്, ദെൻ ഒബ്ജക്റ്റിന്റെ മാസ് ഫൈൻഡ് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതിൽ 3 വാല്യൂസ് തന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ എന്തായാലും ചോദിക്കും. ഓക്കെ, സോ എല്ലാവരും ഇക്വേഷൻ നന്നായിട്ട് പഠിക്കാട്ടോ. ദെൻ
If an object moving along a circular path covers equal distances in equal intervals of time, it is said to be in uniform circular motion. സോ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലാർ മോഷനിലാണെന്ന് പറയാം. ക്ലിയർ? ദാറ്റ് ഈസ് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ അതിന് എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതായത് ഒരു ആന്റിക് പെൻഡുലം ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് അല്ലെ? ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നത് അല്ലെ? സോ ദ മോഷൻ ഓഫ് ദി ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് ആൻ ആന്റിക് പെൻഡുലം ക്ലോക്ക് ഈസ് ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ, ഇസ് ഇൻ ഇറ്റ്? സോ ഇതിന് വേറെ എക്സാമ്പിൾസ് ഫൈൻഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലെ? സോ ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ന്യൂക്ലിയസിന് അറൌണ്ട് ആയിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതിന് അറൌണ്ട് ആയിട്ട് ഷെല്ല് ഉണ്ടായിരിക്കും അല്ലെ? സർക്കുലാർ പാത്ത് ഉണ്ടായിരിക്കും. സോ ആ സർക്കുലാർ പാത്തിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു യൂണിഫോം സർക്കുലാർ മോഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ? സോ നിങ്ങൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? സോ അത് യൂണിഫോം സർക്കുലാർ മോഷൻ എക്സാമ്പിൾ ആണ്. ദെൻ അതുപോലെ തന്നെ സണ്ണിന് അറൌണ്ട് ആയിട്ട് എർത്ത് റിവോൾവ് ചെയ്യുന്നതും സർക്കുലാർ മോഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. സോ ഇതോടുകൂടി നമ്മൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്തു അല്ലെ? നമ്മുടെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ദെൻ വി വെൻ ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ ഓർ ഫോർത്ത് ചാപ്റ്റർ, ഗ്രാവിറ്റേഷൻ, ഇസ്ന്റ് ഇറ്റ്? സോ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് പഠിക്കുന്നത് അല്ലെ? സോ വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? Universal law of gravitation is defined as all bodies in the universe attract each other. The force of mutual attraction between two bodies is directly proportional to the product of their masses and inversely proportional to the square of the distance between them. Isn't it? സോ M1 M2 എന്ന് പറയുന്ന രണ്ട് ബോഡീസ് ഉണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? F ഈക്വൽ ടു G into M1 M2 divided by d square, isn't it? Where G is the gravitational constant. The value of G is 6.67 into 10 raised to minus 11 Newton meter square bar kg square, isn't it? സോ ഈ യൂണിവേഴ്സലിലുള്ള എല്ലാ ബോഡീസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? സോ എല്ലാവരും ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നന്നായിട്ട് പഠിക്കുക, ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലം ചെയ്യാനൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഇത്രയായിരിക്കും തേർഡ് ചാപ്റ്ററിനും ഫോർത്ത് ചാപ്റ്ററിനും എക്സാമിന് ഉണ്ടായിരിക്കുക. ദെൻ സെക്കൻഡ് ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം കേട്ടോ. സോ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സോ എല്ലാവരും സെക്കൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫ്, അതായത് ഫസ്റ്റ് ടേം എക്സാമിന് ശേഷം നമ്മൾ എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഗ്രാഫ് വരയ്ക്കാനും ഗ്രാഫിൽ നിന്ന് വാല്യൂസ് കണ്ടുപിടിക്കാനൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ ഫസ്റ്റ് ചാപ്റ്ററും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനും പാസ്കൽസ് ലോയും പാസ്കൽസ് ലോന്റെ ഇക്വേഷനും അതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ റിവിഷൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, സോ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് എക്സാം എഴുതുക, ഫുൾ മാർക്ക് വാങ്ങുക. ഓക്കെ, പഠിപ്പിക്കാത്ത ഒന്നും തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, ഒക്കെ ഞാൻ പഠിപ്പിച്ച കാര്യമാണ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, സോ ആൾ ദി ബെസ്റ്റ്. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.